മുൻപത്തെ ജനങ്ങൾക്ക് അവിടെ ഇനി ജീവിക്കണമെങ്കിൽ നിയമസഭ പ്രമേയം പാസ്സാക്കിയേ മതിയാവും. നിയമം പാസ്സാക്കണം, നിയമ ഭേദഗതി കൊണ്ടുവരണം. മുനമ്പത്ത് എത്തിയ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മുനമ്പംകാരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രായോഗികമായി അവരെ സംരക്ഷിക്കാനുള്ള നടപടികളൊന്നും ഇവരെടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുനമ്പം നിവാസികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരമാണ്. കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായി മുനമ്പം ജനതയെ സംരക്ഷിക്കുവാനുള്ള പ്രമേയം പാസ്സാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നമസ്കാരം. മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് കേരള നിയമസഭ പാസ്സാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹിയായ സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. പാർട്ടി എന്തൊക്കെ ആവശ്യങ്ങളാണ്, നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നുള്ള പ്രമേയം കേരള നിയമസഭ പാസ്സാക്കണമെന്നാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് മുനമ്പം എന്ന് പറഞ്ഞ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ കേരള നിയമസഭയിൽ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഭേദഗതി പാടില്ല എന്ന് ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അത് തീർച്ചയായിട്ടും ഇന്ന് മുനമ്പത്തെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ ഇനി ജീവിക്കണമെങ്കിൽ നിയമസഭ പ്രമേയം പാസ്സാക്കിയേ മതിയാവും. നിയമം പാസ്സാക്കണം, നിയമ ഭേദഗതി കൊണ്ടുവരണം. ഈ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നുള്ള പ്രമേയം പാസ്സാക്കിയാൽ മാത്രമേ ആളുകൾക്ക് ആ വസ്തു തിരിച്ചു കിട്ടുകയുള്ളൂ. അത് ഇപ്പോഴത്തെ കമ്മീഷൻ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇന്ന് ഈ നിയമസഭ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരവുമായി കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, മുനമ്പത്ത് എത്തിയ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മുനമ്പംകാരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രായോഗികമായി അവരെ സംരക്ഷിക്കാനുള്ള നടപടികളൊന്നും ഇവരെടുക്കുന്നില്ല. സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിയമസഭയിൽ പ്രമേയം പാസ്സാവണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഈ ഭൂമി സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ നിയമ ഭേദഗതിക്കെതിരെ നിൽക്കുന്നവർ അവർ മുനമ്പം നിവാസികളോടൊപ്പമല്ല, അവർ മുനമ്പം നിവാസികൾക്കെതിരാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടെ പി കെ കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രമേയം നിങ്ങൾ പാസ്സാക്കി, തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരമാണ്. കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായി മുനമ്പം ജനതയെ സംരക്ഷിക്കുവാനുള്ള പ്രമേയം പാസ്സാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മറ്റെന്തൊക്കെ പ്രതിസന്ധികളാണ് ഈ മുനമ്പം വാസികൾ ഇപ്പോൾ നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? മുനമ്പം വാസികൾക്ക് നമുക്കറിയാം, അവർ കാലാകാലങ്ങളായി അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, ഈ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അതിന് ആധാരം ചെയ്തുകൊണ്ട് അവർ കരമടച്ച് അവിടെ താമസിക്കുന്നു. അത് ക്രയവിക്രയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ബാങ്കിൽ പണയം വെക്കാമായിരുന്നു. ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല. അത് ക്രയവിക്രയ സ്വാതന്ത്ര്യം മരവിപ്പിച്ചിരിക്കുന്നു. ബാങ്കിൽ ഒരു ലോൺ വെച്ച്, അതുപോലെ അടുത്ത കുട്ടികൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി അവരുടെ വസ്തു അവിടെ അവർക്ക് പണയപ്പെടുത്തി ഈ പണം വായ്പ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുനമ്പം നിവാസികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുനമ്പം നിവാസികളും അതുപോലെ മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി ഉൾപ്പെടെ ഇന്ന് വഖഫിൻ്റേതാണ് എന്ന് പറയുന്നു. നമുക്കിതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടെ ആധാരം ചെയ്ത് അല്ലെങ്കിൽ കരമടച്ച് താമസിക്കുന്ന ആളുകൾ നാളെ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതൊക്കെ ഈ കരിനിയമം ഇവിടെ അവസാനിപ്പിച്ചേ മതിയാവും. അവസാനിപ്പിക്കുന്നതുവരെ കേരള കോൺഗ്രസ് പാർട്ടി സമരവുമായി മുന്നോട്ടുണ്ടാവും.